iPhone 12 Pro ആണോ അതോ 13 ആണോ നല്ലത്, അല്ലെങ്കിൽ iPhone 12 Pro ഇനി മേടിക്കണോ? ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ കൂടി ആൻസർ തരാനായിട്ട് പോവാണ്. സോ ഇതിപ്പോൾ 2024 തീരാനായിട്ട് പോവാണ്. സോ ഈ നെക്സ്റ്റ് ഇയറിലേക്ക് ഈ ഒരു ഫോൺ എങ്ങനെ ഉണ്ടാവും, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങളൊരു iPhone 12 Pro നോക്കി നടക്കുകയാണ്, എടുക്കണോ വേണ്ടോ എന്നുള്ള ആ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ ഇട്ട് എടുക്കാം. ഇനി ഒരു 12 Proയുടെ ഡിസൈൻ ആൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒബിയസ്ലി ഗ്ലാസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 189 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, ഓവർ വെയിറ്റ് ഒന്നും അല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബിൽറ്റ് അല്ലെങ്കിൽ ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം 11 Pro എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ അതേ സെയിം ബിൽറ്റ് അല്ലെങ്കിൽ സെയിം ഡിസൈനാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാറ്റം എന്ന് പറയാനായിട്ട് ആ ഒരു ബോക്സി ഡിസൈൻ ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം 12 വേരിയൻറ്റിലോട്ട് വന്നപ്പോഴാണ് ആപ്പിൾ ഒരു ബോക്സി ഡിസൈൻ കാര്യങ്ങളൊക്കെ പിടിച്ചു തുടങ്ങിയത്. സോ ആ ഒരു സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ബിൽറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടുതലും ഇല്ല കുറവില്ല എന്നൊക്കെ പറയാം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബിൽറ്റ് ആൻഡ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു 12 Proയിൽ വരുന്നത്. പിന്നെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഈസിലി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ iPhone 13 അതുപോലെ തന്നെ 12 കണ്ട സെയിം എക്സാക്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു 12 Proയിൽ ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. 6.1 ഇഞ്ചിൻ്റെ ഒരു OLED സ്ക്രീനാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതിപ്പോൾ എക്സ്പെഷ്യലി വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗെയിമിംഗ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഡിസ്പ്ലേ പെർഫോമൻസ് തരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 Hz ആണ്. ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നുമല്ല. ഒബ്വിയസ്ലി നമുക്ക് 13 അതുപോലെ തന്നെ 12 കിട്ടുന്ന അതേ സെയിം റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഡിസ്പ്ലേ എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ പുതുമ എന്ന് പറയാനായിട്ടൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു 12 യൂസർ ആണെങ്കിൽ ആ ഒരു സെയിം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഫോണിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കളേഴ്സ് സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്യുന്നത് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടും. അതിപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോംസിൽ നിന്നായാലും അതുപോലെ തന്നെ വീഡിയോ ഗെയിംസിൽ നിന്നായാലും നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിലൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്തതെങ്കിൽ കുറച്ച് വിസിബിലിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതർവൈസ് നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് തന്നെയാണ്. ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ടാവും. ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ വരുന്നത് ആപ്പിളിൻ്റെ തന്നെ A14 ബയോണിക് ചിപ്സെറ്റ് വെച്ചാണ്. ഇതൊരു 5 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. അതിപ്പോൾ ഗെയിമിംഗ് ഒക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് ഈ ഒരു ഫോൺ വർക്കാവും. നിങ്ങൾ എസ്പെഷ്യലി PUBG, PES, ഫ്രീ ഫയർ ഈ ഒരു ഗെയിംസൊക്കെ കളിക്കുമ്പോൾ പോലും നല്ല രീതിക്കുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങൾ ഗെയിമറാണ്, ഈ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടൊരു iPhone നോക്കുന്നുണ്ടെങ്കിൽ പ്രോ വേരിയൻസ് ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. പ്രോ മാക്സ് വേരിയൻസ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിലും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ഇനി iOSനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ iOS 18 സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ iOS 18 നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. ഈ ഒരു iPhone 12 Pro അതുപോലെ തന്നെ 13 നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസ് വൈസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1 സ്റ്റെപ്പ് ഫോർവേഡ് നിൽക്കുന്നത് 13 തന്നെയായിരിക്കും. കാരണം അവിടെ നമുക്ക് A15 ബയോണിക് ചിപ്സെറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ച് ഈ ഒരു 12 Proയിൽ പെർഫോമൻസ് മോശമാണെന്നല്ല, നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് 12 Proയിലും കിട്ടും. ഞാൻ പറഞ്ഞത് ഒരു 1 സ്റ്റെപ്പ് ഫോർവേഡ് 13 തന്നെയായിരിക്കും ഒരു പെർഫോമൻസ് കിട്ടുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും എത്ര നാളിനി iOS അപ്ഡേറ്റ് ഈ ഒരു iPhone 12 Proയിൽ കിട്ടും എന്നുള്ളത്. നമുക്കറിയാം ആപ്പിൾ ഒരു iPhone ലോഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം 5 ഇയേഴ്സിൻ്റെ iOS അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. സോ ഈ ഒരു iPhone 12 Pro ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 4 ഇയേഴ്സ് ഇപ്പോൾ 2020 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. അപ്പോൾ 4 ഇയേഴ്സ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഇയർ 2025 നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. അതായത് iOS 19 വരെ ആയിരിക്കും ഈ ഒരു 12 Proൻ്റെ ഫൈനൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ അപ്ഡേറ്റ്സ് അടുത്ത വർഷത്തോട് നിൽക്കുകയാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രൈമറി കൺസേൺ ആയിട്ട് എടുത്തിട്ട് ഈ ഒരു ഫോൺ മേടിക്കാൻ വേണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ വൈഡ് ലെൻസ് അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് അതുപോലെ തന്നെ അൾട്രാ വൈഡ് ലെൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ വീഡിയോ സപ്പോർട്ട് വരുന്നത്.
പിന്നെ 1080 നിങ്ങൾക്ക് 240 FPS സ്ലോ മോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. HDR ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും 12 MP സപ്പോർട്ട് വരുന്നുണ്ട്. അവിടെയും 4K 60 FPS വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ക്യാമറ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലെ ഒരു പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ടും ബെസ്റ്റ് പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. പിന്നെ ക്യാമറ പെർഫോമൻസിനെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട, നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടും. അതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായാലും ഫോട്ടോ എടുക്കാനായാലും നല്ല പെർഫോമൻസ് തന്നെ ക്യാമറ തരുന്നുണ്ട്. പിന്നെ 13ഉം 12ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റമില്ല, അല്ലെങ്കിൽ ലെൻസിലൊരു അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നുമില്ല. സെയിം ആ 2 ഡിവൈസിലുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതർവൈസ് നിങ്ങളിപ്പോൾ 12 യൂസ് ചെയ്ത ആളാണെങ്കിൽ ആ ഒരു സെയിം ക്വാളിറ്റി വീഡിയോസ് ആൻഡ് ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഓവറോൾ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു 12 Proയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നും ഒരു കൂടുതൽ അല്ലെങ്കിൽ ടോപ്പായിട്ട് ഒരു കാര്യം എടുത്ത് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. 12 Proയിലും 13ലും എങ്ങനെയാണോ ക്യാമറ പെർഫോമൻസ്, ആ ഒരു സെയിം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ടാവും. ഇനി ഫോണിൻ്റെ ഇമ്പോർട്ടൻറ്റ് സൈഡാണ് ബാറ്ററി എന്ന് പറയുന്നത്. സോ ഈ ഒരു iPhone 12 Proയിൽ വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 2815 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററി ബാക്കപ്പാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പാണ്. സോ ഈ ഒരു iPhone 12 Proയിൽ ഞാൻ ബാറ്ററി ബാക്കപ്പ് ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു മോഡറേറ്റ് യൂസർ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2 to 2.5 hours നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ടാവും. അല്ല നിങ്ങളൊരു നല്ലൊരു ഫോൺ യൂസറാണ്, ഹെവി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 hour കൊണ്ട് തന്നെ 80% ഡ്രെയിൻ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ബാറ്ററിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല ഈ ഒരു 12 Proയിൽ. ഈ ഒരു 12 Proയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. കമ്പയർഡ് ടു 13 വെച്ച് നോക്കുമ്പോൾ 13ലായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ബാറ്ററി. അവിടെ ഒരു 3000 mAh പ്ലസ് ബാറ്ററി നമുക്ക് ആ 13ൽ കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ഫോണിലുണ്ട്. പിന്നെ ഒരു ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് 79 ആകുമ്പോഴാണ് ഒബ്വിയസ്ലി എല്ലാ ഐഫോൺസിനും സർവീസ് വരുന്നത്. പിന്നെ ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. സോ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്നൊക്കെ ഈ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ഹെൽത്തുള്ള ഫോൺസും റീപ്ലേസ്മെൻറ്റ് വരാത്ത ഫോൺസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ്നിങ് സപ്പോർട്ടാണ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. 50 Watt വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം 20 Watt നോർമൽ വയർഡ് ചാർജിങ് വരുന്നത്. പിന്നെ ഫുൾ ചാർജ് ആവാൻ ഏകദേശം ഒരു 1 hour പ്ലസ് ടൈം ഈ ഒരു ഫോൺ എന്തായാലും എടുക്കും, ലൈറ്റ്നിങ് കേബിൾ ആയതുകൊണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു 12 Proനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഫോണാണ്, 5G സപ്പോർട്ട് വരുന്നുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓക്കെയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റും അതാണ് കുറച്ച് പുറകിലായിട്ട് നിൽക്കുന്നത്. ഓവറോൾ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അപ്ഡേറ്റ്സിനെ പറ്റി. അപ്ഡേറ്റ്സ് ഈ ഒരു നെക്സ്റ്റ് ഇയർ കൊണ്ട് എന്തായാലും സ്റ്റോപ്പ് ആവുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ഫോണിന് നല്ലൊരു ഡീല് ഇപ്പോൾ നമുക്കറിയാം, ഒബ്വിയസ്ലി സെക്കൻഡ് മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു ഫോൺ മേടിക്കാനായിട്ട് പറ്റുന്നത്. സോ നല്ലൊരു ഡീൽ പ്രൈസിൽ അല്ലെങ്കിൽ ഹെവി സ്റ്റോറേജ് വേരിയൻ്റ് ഒരു 35 അല്ലെങ്കിൽ 35 താഴെ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിലേക്ക് നല്ലൊരു ഫോൺ, നല്ല ക്വാളിറ്റി ഡിവൈസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. സെക്കൻഡ് ഹാൻഡ് ഡിവൈസൊക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ടിൽ ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ.